ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു മത്തങ്ങ ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ടി ഇതാണ്ട് ഒരു കഷ്ണം മത്തങ്ങ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അത് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടി ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളകും ഇങ്ങനെ നടുക്ക് പിളർന്ന് വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ഒരു തക്കാളി അല്ല, 2 ഇടത്തൻ തക്കാളി അത് ഇതിനകത്തിട്ട് കൊടുക്കേ. ഇനി ഇതിനകത്ത് രണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുത്ത് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി കൂടെ വെള്ളം വേണേ, കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേ, മതി. ഇതൊന്ന് പ്രഷർ കുക്കറിനെ മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചിട്ട് കൊടുക്കട്ടെ. നമ്മൾ മത്തങ്ങ 2 വിസിൽ വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ വലിയ ഒരു മുറി തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട്. അതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 10 മുളക്, കൊല്ലമുളകേ 10. അതിനകത്ത് ഈ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കേ. കാര്യം മത്തങ്ങ കഷ്ണം കൂടുതലുണ്ടല്ലോ. അതിനകത്ത് 2 ടേബിൾ സ്പൂൺ മല്ലിയിട്ടെ, 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട്, 2 തണ്ട് കറിവേപ്പില ഇട്ട് നമുക്കത് അടുപ്പിൽ വെച്ചൊന്ന് വറുത്തെടുക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. എന്നിട്ട് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങയുടെ ഒരു പച്ചിപ്പൊന്ന് പച്ചിപ്പെന്ന് പറഞ്ഞാൽ വെള്ളമയം ഒന്നും മാറത്തില്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് വറക്കേ. ഇതിനകത്തൊരു ശകലം വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കേ, മതി. ഇത് നല്ലതുപോലെ ഒന്ന് ചുമക്കനെ വറുത്ത് കിട്ടണേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മളെ തേങ്ങ എല്ലാം നല്ല വറുത്തേ, നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ അങ്ങ് ഞാൻ ഓഫാക്കുവേ. ഇത് മതി, ഒന്ന് ആറിയിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ അരച്ചെടുക്കും. ഇത് ആദ്യമേ ആറിയിട്ട് ഇത് നല്ലതുപോലെ പൊടിക്കണേ. ഒരുവിധം പൊടിഞ്ഞ് വന്നു കഴിയുമ്പോഴേ പിന്നെ വെള്ളം ഒഴിച്ച് അരച്ച് കൊടുക്കാവുള്ളൂ. നമ്മുടെ മത്തങ്ങയുടെ എല്ലാം പോയി ഗ്യാസൊക്കെ മത്തങ്ങയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഈ അടുപ്പ് കൂടെ കത്തിക്കേ. നമുക്ക് ഈ അരച്ചുകൊണ്ട് വെച്ച് അരപ്പില്ലേ, തേങ്ങ വറുത്തരച്ച്, അതിനകത്ത് ഒഴിച്ചു കൊടുക്കേ. ഒഴിച്ച് കറിയല്ലേ, അങ്ങനെ വലിയ കട്ടി വേണ്ട. ഇനി ആ അടുപ്പിലോട്ട് അടയ്ക്കാം. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേ.
എണ്ണ ചൂടാവട്ടെ. നമ്മുടെ കറി നല്ല തിളച്ചേ. ഇനി ഇതിനകത്ത് ഒരു കുറച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ പുളി എരി ഉപ്പുമൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഞാൻ ഒരു ടീസ്പൂൺ പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. പുളി വേണ്ടാത്തവർക്ക് തക്കാളി അത് മതിയെങ്കിൽ തക്കാളിയുടെ ആ ഇട്ട തക്കാളി ഇല്ലേ, കുറച്ചുകൂടി തക്കാളി ഇട്ടാൽ മതി. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരെണ്ണം കൂടി ഇട്ടാൽ മതി. അപ്പം ഞാൻ ശകലം പുളിയും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കേ. പുളിയുണ്ട്, ഉപ്പ് കുറവാണ്. അപ്പോൾ നല്ല കറിയായിട്ട് ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ കറിയാണ്. നല്ല ടേസ്റ്റാണ്. കൈ വരോട്ടെ. നമ്മളെ എണ്ണ ചൂടായി. അതിനകത്ത് ഒരരയും വിടാം. കടുക് നല്ല രസമല്ലേ കടുക് വറുത്തത്. 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. കടുകെല്ലാം പൊട്ടിയിട്ട് നമ്മളെ കടുകെല്ലാം പൊട്ടി ഇതിനകത്ത് ഒരു ചെറിയ ഉള്ളിയല്ലേ, സാമ്പാർ ഉള്ളി, അത് 3-4 ഉള്ളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞതിനകത്ത്. ഇത് കുട്ടി പാത്രമാണ്. അത് ഇതിട്ട് കൊടുക്കുമ്പോൾ ഇത് തിളച്ചിന് വെളിയിലോട്ട് വരും. ഉള്ളി മൂക്കട്ടെ. ഉള്ളി മൂത്ത് വരുന്നുണ്ടേ. ഇതിനകത്ത് 2 കൊല്ലമുളക് അത് ഇട്ട് കൊടുക്കേ. കടുക് വറതെല്ലാം കഴിഞ്ഞ് ഇനി ഇതിനകത്ത് ഒരു 2 തണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുക്കും. നമ്മുടെ മത്തങ്ങ കറി നോക്കാം. എന്ത് മണമായി വരുന്നേ! ഓ, ഇനി ഇതിലോട്ട് ഈ കടുക് ചേർത്ത് വെച്ചേക്കുന്നില്ലേ, ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേ. ഇപ്പം ഞാൻ ഇളക്കുന്നില്ല. ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫായി കൊടുക്കേ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് നമുക്കെടുക്കാം. നമ്മൾ മത്തങ്ങ കറി നോക്കേ. അടിപൊളി മണം. നമുക്കിത് ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റേ. എന്ത് ടേസ്റ്റായി കറിക്കാന്നറിയാവോ, അടിപൊളിയാണ്. നല്ല കുറുകിയ കറിയേ, അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ അതേമേ ചോറിലൊക്കെ കഴിച്ചിട്ട് മീൻ വറുത്തതും അല്ലെങ്കിൽ വെണ്ടയ്ക്ക വാട്ടിയതും പപ്പടമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഊണ് കുശാല. അതുപോലെ ചപ്പാത്തിക്ക് പൂരിക്ക് ഒക്കെ നല്ല കറിയാണ്. മതി, അല്ലെങ്കിൽ പുറത്ത് പോകും. കണ്ടില്ലേ നമ്മളെ മത്തങ്ങ വറുത്തരച്ച കറി നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അപ്പം അടുത്ത കറിയായിട്ട് അടുത്ത ദിവസം